ദൈവമായ സാന്നിധ്യം കൂടിയിരിക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉപയോഗപ്പെടുത്തുവാനാകണമേ. ആമേൻ. ദൈവനാമമായി നിസ്തീകരണത്തിൽ 180 ഗീതം 50. നിൽക്കവേ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നും രഹസ്യങ്ങളൊന്നും മറിവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിപ്പാനും നിന്റെ വിശുദ്ധാന്തയോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിൽ വിശ്വാസാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ഗ്ലോറിയ നമുക്ക് ചേർന്ന് വയ്ക്കാം. Yeah.
നമ്മുടെ കർത്താവ് പറഞ്ഞപ്രകാരം ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്തത്: ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിന് നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തെ അതിനോട് സമം, അതാ എൻ്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഇവർ വലുതായ വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകൾ ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾപ്പാനും കർത്താവിൻ്റെ ശരീരങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നിങ്ങളുടെ പാവങ്ങളെക്കുറിച്ച് നേരായും താല്പര്യമായും മനസ്സാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരോ പ്രിയോ സ്നേഹവുമായിരുന്നു ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും മേലാൽ അവൻ്റെ വിശുദ്ധ വഴികൾ നടന്നുകൊണ്ടും പുതിയ ജീവൻ നയിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായ നിങ്ങളുടെ പാവങ്ങളെ ഏറ്റുപറയുവീൻ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, സത്യമായി ക്രിസ്തുവിൽ കൂടെ തങ്ങളിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ കൃപാമൊഴി കേൾപ്പീൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന യോഗ്യനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തയേശു പാവലെ രക്ഷിപ്പാൻ ലോകത്തിൽ നിന്ന് വിശ്വാസിയും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ ഒരുത്തൻ ഭാവം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാവങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യാവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരി നമ്മളുടെ സകോദരൻ ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തൻ്റെ മഹർണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളെ ക്ഷമിച്ച് അവനെ വിടുവിച്ച് സകല നന്മയിൽ ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവങ്ങളിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തേക്കുള്ള പ്രത്യേകമായ അപേക്ഷ ശ്രേഷ്ഠ ഗുരുവായ ദൈവമേ,
യഥാർത്ഥ ശിഷ്യത്തിന്റെ വിലായ യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾ കാത്തി നിന്നിരിക്കുന്നു. ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ക്രിസ്തുവിന്റെ ഉത്തമ ശിഷ്യരായിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നിന്റെ വചനത്തോട് അനുസരണമുള്ളവരായി ഞങ്ങളെ വളർത്തണമേ. ഞങ്ങളിൽ ഒരു ദാസഗൃഹത്തെ രൂപപ്പെടുത്തുകയും ദിനംതോറും നിന്റെ ക്രൂശ് എടുത്തുകൊണ്ട് നിന്നെ പിന്നിട്ട് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങനെ ഞങ്ങളെല്ലാം നിങ്ങളത്തിൽ നിന്നും ഭയത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട് നിങ്ങളോടൊപ്പം ക്രിസ്തുവിടെ പാനപാത്രം കുടിക്കുവാൻ തക്ക വിനയുള്ളവരും മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുന്നവരും കഷ്ടതകളെയും പരീക്ഷകളെയും ജയിക്കുവാനും കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. ഇന്നത്തേക്കുള്ള പാഠഭാഗങ്ങൾ വായിക്കുന്നു. പഴയ നിയമ വേദഭാഗം ഫസ്റ്റ് ലെസൺ. The first lesson for the Sunday morning is taken from the book of Daniel, chapter 6, verses 11 to 23. Book of Daniel, chapter 6, verses 11 to 23. When Daniel's enemies observed him praying to God, all of them went together to the king to accuse Daniel. They said, Your Majesty, you signed an order that for the next 30 days, anyone who requested anything from any god or from any man except you would be thrown into the pit filled with lions. The king replied, Yes, respect all of the law of the Medes and the Persians, which cannot be changed. Then they said to the king, Daniel, one of the exiles from Judah does not respect your majesty or obey the order you issue. He prays regularly 3 times a day. When the king heard this, he was upset and did his best to find some way to rescue Daniel. He kept trying and was unsuccessful. Then the men came back to the king and said to him, Your majesty knows according to the laws of the Medes and Persians, no order which the king issues can be changed. So the king gave orders for Daniel to be arrested, and he was thrown into the pit filled with lions. He said to Daniel, May the God whom you serve as so loyally rescue you. A stone was put over the mouth of the pit, and the king placed his own royal seal and the seal of his nobleman on the stone, so that no one could rescue Daniel. Then the king returned to the palace and spent a sleepless night without food or uniform in the king. At the dawn, the king got up and hurried to the pit. When he got there, he called out anxiously, Daniel, servant of the living God, was the God you serve so loyally able to save you from the lions? Daniel answered, May your majesty be forever. God sent his angel to shut the mouths of the lions so that they would not hurt me. He did this because he knew that I was innocent and because I had not harmed you, your majesty. The king was overjoyed and gave orders for Daniel to be put up out of the pit. So they put him up and saw that he has not been hurt at all, for he trusted God. Thanks be to God. ദൈവമേ, നിനക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. അതേക്കുള്ള സങ്കീർത്തനം 34 സങ്കീർത്തനം, Psalms 34. ഞാൻ യഹോവയെ എല്ലാ കാലത്തും പാടും, അവന്റെ സ്തുതി എപ്പോഴും എന്നാലും ജീവിക്കുന്നു. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും നാമം ചേർന്ന് നാമത്തെ ഉയർത്തുക. അവങ്കയെ നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുകയും അവന്റെ ഭക്തന്മാരുടെ ഒന്നിനും മുട്ടില്ലല്ലോ. മക്കളെ അവനെ ഈ ചെയ്തേക്കും, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ പ്രതീക്ഷിച്ചു തരാം. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം
പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഇരിക്കാം. രണ്ടാം പാഠം, സെക്കൻഡ് ലെസൺ. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 6-ാം അധ്യായം 1-10 നിങ്ങൾക്ക് ദൈവത്തെ പ്രബോധിപ്പിച്ചത് കർത്താവായ യേശുവെന്ന് ഞങ്ങൾ സഹപ്രവർത്തകരായ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പ്രസാദകാലത്ത് ഞാൻ നിങ്ങളുടെ ഉത്തരവുകളിൽ രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവരെ അറിയിച്ചേരുന്നു. ഇപ്പോഴാവുന്ന സുപ്രസാദകാലം, ഇപ്പോഴാവുന്ന രക്ഷാദിവസം. ശുശ്രൂഷയെ ആശയം വരാതിരിക്കേണ്ടതിന് ഞങ്ങളൊന്നും ഉയർച്ചയ്ക്ക് ചെയ്തു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി മാറ്റിയിട്ടു. ഗുരുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, പഞ്ചം, കടൽ, കലം, അധ്വാനം, പുറപ്പെടുപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവാഹ്യ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയും ഇടത്തും മറന്നും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനവമാനങ്ങളും ദുഷ്കൃതി സൽകൃത്യങ്ങളും അനുഭവിച്ച് ചതിയന്മാരായാലും സൽക്കാന്മാർ ആരും അറിയാത്തവരായാലും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ ധരിക്കുന്നവരായാലും വിധാനങ്ങളും ജീവിക്കുന്നു. ശിക്ഷിക്കപ്പെടുന്നവരായാലും കൊല്ലപ്പെടാത്തവർ, ബുദ്ധികരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവർ എങ്കിൽ ഇതെല്ലാം കൈവശമുള്ളവരെ തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പീൻ. Gospel according to St. Mark chapter 10 verses 35 to 45. സബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, ഗുരു, ഞങ്ങൾ നിന്നോട് യാചിപ്പാൻ പോകുന്നത് ഞങ്ങൾ ചെയ്തിരുവാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തിരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ചോദിച്ചു. നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തനെ എടുത്തും ഇരിപ്പാൻ വരം നൽകണമെന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാൻ നിങ്ങൾ കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയുമെന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യും നിശ്ചയം. എൻ്റെ വലത്തും എടുത്തു ഇരിപ്പാൻ വരം നൽകുന്നതോ എൻ്റേതല്ല, ആർക്ക് ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അതിനുശേഷം 10 പേരും കേട്ടിട്ട് യാക്കോബിനോടും യോഹന്നാനോടും നിരസപ്പെട്ടു തുടങ്ങി. യേശു അടുക്കൽ വിളിച്ചവരോട്, ജാതികളിൽ അധിപതികളായവർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു, അവരിൽ മഹത്തുക്കളായവർ അവിടെ മേൽ അധികാരം നടത്തുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം. നിങ്ങൾ ഒന്നാമനാകാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുപടിയായി കൊടുപ്പാനും അത്രേ വന്നത്. ഇത് ക്രിസ്തുവിൻ്റെ സുവിശേഷം. കീർത്തന 248, ഹിൻ നമ്പർ 248.
പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, വീണ്ടും വിശുദ്ധ ആലയത്തിലേക്ക് കടന്നു വരുവാനും അങ്ങേ ആത്മാവിലും സത്യത്തിൽ ആരാധിപ്പാനും അവിടെ ഞാൻ ഒരുക്കുന്ന കൃപകൾക്കായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്താതിനെ വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുന്ന അവിടുത്തെ പ്രിയ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, അല്പസമയം തിരുവചനം ധ്യാനിക്കുമ്പോൾ സ്വർഗീയ ആലോചനകളാൽ ധന്യമാക്കണമേ. മഹത്വം അവിടെ നിന്ന് എടുക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. എല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ലോക്ക്ഡൗണിന് ശേഷം നാം വീണ്ടും ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. കോവിഡ്-19 രോഗം മൂന്നാം തരംഗം എപ്പോഴാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. എങ്കിൽ തന്നെയും ഈ ലഭിച്ച വിലപ്പെട്ട അവസരം ദൈവനാമത്തിനായി നാം വിനിയോഗിക്കുമ്പോൾ വലിയവനായ ദൈവം നമ്മെ ശക്തീകരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആലയത്തിൻ്റെ പുറത്തേക്ക് നോക്കിയാൽ നമുക്കറിയാം, വാക്സിൻ സ്വീകരിക്കുവാൻ വേണ്ടി കടന്നു വരുന്നവരും സ്വീകരിച്ച് കടന്നു പോകുന്നവരുമാണ് നാം കാണുന്നത്. കൊറോണ വൈറസ് നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെയാണ് വരുത്തുവാൻ കാരണമായത്. അതുകൊണ്ട് പൂർണ്ണമായി കോവിഡ് രോഗം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമെന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ ദൈവ ആരാധനയ്ക്കായി ദേവാലയത്തോട് ചേർന്ന് നിലകൊള്ളുവാൻ ജീവിക്കാൻ സാധിക്കണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന സുവർണ്ണ നിമിഷങ്ങളും അവസരങ്ങളുമാണ് എന്ന് മനസ്സിലാക്കുക. ഇന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാനുള്ള ചിന്താവിഷയം കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വത്തിൻ്റെ വില എന്നുള്ളതാണ്. എന്നാൽ ഒന്നാം പാഠമായി വായിച്ച പഴയ നിയമ വേദഭാഗത്തു നിന്ന് ചില ചിന്തകൾ പങ്കുവയ്ക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകമാണ് നാം വായിച്ചു കേട്ടത്. ബാബിലോണിയൻ പ്രവാസകാലമായ 70 വർഷം മുഴുവൻ വ്യാപിച്ചിരുന്ന ഒരു ജീവിതവും ശുശ്രൂഷയുമായിരുന്നു ദാനിയേലിൻ്റെത്. ഏതാണ്ട് 16 വയസ്സുള്ള കാലത്ത് തടവുകാരനായി ബാബിലോണിലെത്തിയതായ ദാനിയേൽ രാജ്യസേവനത്തിനായി തിരഞ്ഞെടുക്കപ്പെടുകയാണ് ഉണ്ടായത്. അനന്തരം ദൈവത്തിൻ്റെ താൽക്കാലികവും ശാശ്വതവുമായ ലക്ഷ്യം ഇസ്രായേലിനും വിജാതിയർക്കും വെളിപ്പെടുത്തുവാൻ വേണ്ടി ദൈവത്തിൻ്റെ ഒരു പ്രവാചകനായി ദാനിയേൽ പ്രവർത്തിച്ചു എന്ന് വേദപുസ്തക ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന് വായിച്ചതായി വേദഭാവം ചിന്തിക്കുമ്പോൾ ദൈവം എപ്രകാരം തൻ്റെ ജനങ്ങളെ സംരക്ഷിക്കുന്നു എന്നുള്ളതും രാജ്യങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത് സർവശക്തനായ ദൈവമാണെന്ന് എന്നുള്ളതും പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കുന്നത് സർവശക്തനായ ദൈവമാണെന്നും ഈ വേദഭാവത്തിലൂടെ ഞാൻ നിങ്ങളും വായിച്ച് മനസ്സിലാക്കുകയാണ്. ദാനിയേലിനെ ദൈവം വിളിച്ചത് ഡിയർ മാൻ, എൻ്റെ ഏറ്റവും പ്രിയ പുരുഷ എന്നാണ്. ദാനിയേലിന്റെ വാക്കിന് അർത്ഥം ഗോഡ് ഈസ് മൈ ജഡ്ജ്, ദൈവം എൻ്റെ ന്യായാധിപൻ എന്നുള്ളതാണ്. വേദപുസ്തക ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം, നെബൂഖദ്നേസർ യെരൂശലേം കീഴടക്കിയ ശേഷം
ബാബിലോണിലേക്ക്, അതായത് ഇന്നത്തെ പേർഷ്യയിലേക്ക് തടവുകാരനായി കൊണ്ടുപോയ ഒരുവനായിരുന്നു ദാനിയേൽ. ദൈവത്തിൻ്റെ മാർഗദർശനത്തിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. ബാബൽ പ്രവാസം കാലം നമുക്കറിയാം, അത് വേദനയുടെ, യാത്രയുടെ, പ്രതിസന്ധിയുടെ കാലഘട്ടമായിരുന്നു. ബാബിലോണിലെ ഒരു ഉന്നത ഭരണാധിപനായും പ്രവാചകനായും ദാനിയേൽ തൻ്റെ ശുശ്രൂഷ നിവർത്തിക്കുകയുണ്ടായി. നമ്മൾ ദാനിയേലിന്റെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്കറിയാം, സത്യ വേദപുസ്തകത്തിലെ 27ാമത്തെ പുസ്തകമാണ്. 12 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ. 357 വാക്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ദാനിയേലിന്റെ പുസ്തകത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ബേൽഷസ്സർ എന്ന മറ്റൊരു പേര് കൂടി ദാനിയേലിന് ഉണ്ടായിരുന്നു. ഡിയർ മാൻ, എൻ്റെ ഏറ്റവും പ്രിയ പുരുഷ എന്ന് ദാനിയേലിനെ ദൈവം സംബോധന ചെയ്തത് എന്തുകൊണ്ടാണ്? ഒന്ന്, ദൈവത്തിലുള്ളതായ വിശ്വാസം, ഫെയ്ത്ത് ഇൻ ഗോഡ്. രണ്ടാമതായി ചിന്തിക്കുമ്പോൾ ദാനിയേലിന്റെ പ്രാർത്ഥനാ ജീവിതം, പ്രയർ ലൈഫ്. മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ദാനിയേലിന്റെ ധൈര്യം, കറേജ്. മറ്റൊന്ന് അവന്റെ നീതിനിഷ്ഠയാണ്. അവർ ഫെയർ എന്നും പറഞ്ഞിട്ടുണ്ട്, അതോടൊപ്പം റൈച്ചസ് എന്നും പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് ദാനിയേലിനെ ദാനിയേലാക്കി തീർത്തത് അവന്റെ സ്വഭാവ സ്ഥിരതയാണ്, ബിഹേവിയർ സ്റ്റെബിലിറ്റി എന്നൊക്കെ പറയാം. അതുകൊണ്ടാണ് സർവശക്തനായ ദൈവം ദാനിയേലിനെ എൻ്റെ പ്രിയ പുരുഷ എന്ന് സംബോധന ചെയ്തിരിക്കുന്നത്. ഇന്ന് വായിച്ചതായ വേദഭാഗത്തോട് ചേർന്ന് ചിന്തിക്കുമ്പോൾ ദാനിയേൽ 6-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറഞ്ഞുകൊണ്ട്, എന്നാൽ ദാനിയേൽ ദാരാവേശിന്റെ വാഴ്ചയിലും പാർശ്വരാജാവിന്റെ കോരശിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു, സന്തോഷത്തോടുകൂടി ഇരുന്നു, സന്തുഷ്ടനായിരുന്നു. ദാനിയേൽ അന്യരാജ്യത്ത് രാജരാജാക്കന്മാരുടെ കാലത്ത് അടിമത്തത്തിലായിരുന്നുവെങ്കിൽ തന്നെയും അവരുടെ വാഴ്ചയിൽ താൻ ശുഭപ്പെട്ടിരുന്നു, സന്തോഷത്തോടുകൂടിയായിരുന്നു. എന്തുകൊണ്ട് ദാനിയേൽ ജീവിതത്തിൽ ശുഭപ്പെട്ടിരുന്നു എന്ന് ഏതാനും ചിന്തകൾ പങ്കുവെച്ച് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശുഭപ്പെട്ടിരിക്കുവാൻ, സന്തോഷത്തോടായിരിക്കുവാൻ ശക്തമായ തീരുമാനം ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. We should have strong decision in life to be happy. ശക്തമായ തീരുമാനം നമുക്ക് പലർക്കും ഇല്ലാത്തതായ ഒന്നാണ്. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം പഠിക്കുമ്പോൾ, എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കിയില്ല എന്ന് ദാനിയേൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരരുത്, വഴിവെളിക്കുവാൻ ഒത്തിരി സാധ്യത ഉണ്ടായിട്ടും ദാനിയേൽ പതറാതെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. നമുക്കറിയാം, മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും. നമ്മുടെ കുഞ്ഞുങ്ങളായിക്കോട്ടെ, ഭവനം വിട്ട് ദൂരദേശത്ത് കഴിഞ്ഞാൽ മറ്റൊരു സ്വഭാവ സവിശേഷതയുമായി ജീവിക്കുകയാണ്, വ്യത്യസ്തമായ സാഹചര്യമാണ്. എന്നാൽ അന്യദേശത്ത് ദാനിയേൽ എടുത്ത തീരുമാനം, ഞാൻ സ്വയം അശുദ്ധമാകുകയില്ല എന്ന തീരുമാനമാണ്. അതുകൊണ്ട് രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധമാകുകയില്ല എന്ന സ്ട്രോങ് ഡിസിഷൻ ദാനിയേലിന് ഉണ്ടായിരുന്നു. ശുഭപ്പെട്ടിരിക്കുവാൻ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം ദാനിയേലിനുണ്ടായിരുന്നു. അപ്പം സന്തുഷ്ടമായി അല്ലെങ്കിൽ സന്തോഷത്തിലായിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകണം. We should have personal prayer in life to be happy. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യം പഠിക്കുമ്പോൾ, എന്നാൽ വേദന എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരൂശലേമിന്റെ നേരെ തുറന്നിരുന്നു. താൻ മുൻ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. ദാനിയേലിനെതിരായിട്ട് രാജാക്കന്മാർ നിലകൊണ്ടപ്പോൾ, തന്നെ ശിക്ഷിക്കുമെന്ന് ദാനിയേൽ മനസ്സിലായപ്പോൾ അവൻ പതിവ് പോലെ ചെയ്തു വന്ന പ്രവർത്തനം തുറന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ്?
യെരൂശലേമിന്റെ നേരെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത്. മരണഭീഷണി നിലനിൽക്കുമ്പോൾ തന്നെ ഈ ദിനചര്യയ്ക്ക് മുടക്കം വന്നില്ല. എന്നാൽ കൽപ്പന ഇപ്രകാരമായിരുന്നു. എന്താണ് കൽപ്പന? രാജാവിനെ നമസ്കരിക്കണം, അപേക്ഷ കഴിക്കണം, ആരാധിക്കണം. എന്നാൽ ദാനിയേലോ ജീവനുള്ള ദൈവത്തെയാണ് ആരാധിക്കുന്നത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയുമെന്നൊരു രാജനിയമം ഉണ്ടാക്കിയെടുത്തു. മാറ്റം വരാത്ത വണ്ണം ആ വിരോധ കൽപ്പന ഉറപ്പിച്ചു രേഖ എഴുതി. വിശുദ്ധ വേദോസം പഠിക്കുമ്പോൾ നമുക്കറിയാം, മേദ്യരുടെയും പാർസികളുടെയും നീക്കം വരാത്ത കഠിന നിയമം എന്നാണ് വേദപഠിതാക്കൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാജാവും ദേശം എതിരായി എന്നറിഞ്ഞപ്പോൾ പ്രതികൂല സാഹചര്യത്തിൽ ദാനിയേൽ പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ ഞാനും നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ ആ പ്രതികൂലത്തെ അതിജീവിപ്പാൻ നമുക്ക് സാധിക്കും. അത് കൊറോണ വൈറസ് ആയിക്കോട്ടെ, ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളായിക്കോട്ടെ, ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ ഞാൻ നിങ്ങൾ തയ്യാറാകണം. ദാനിയേൽ പുസ്തകം 2-ാം അധ്യായം 17-18 വാക്യങ്ങൾ പഠിക്കുമ്പോൾ പിന്നെ ദാനിയേൽ വീട്ടിൽ ചെന്ന് താനും കൂട്ടുകാരും ബാബിലോണിലെ ശേഷം വിദ്വാൻമാരുടെ കൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരുണ അപേക്ഷിക്കുവാൻ തക്കവണ്ണം കൂട്ടുകാരായ ഹനന്യാവോടും മീശായേലിനോടും അസിയാവോടും കൂടെ കാര്യം അറിയിച്ചു. ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. പ്രൈസ് ലോർഡ്. പ്രേയർ വിത്ത് വൺ മൈൻഡ്. ഇന്ന് നമുക്ക് വേണ്ടത് ഒരുമനപ്പെട്ട് പ്രാർത്ഥനയാണ്. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളായിക്കോട്ടെ, സഭയുടെ ആവശ്യങ്ങളായിക്കോട്ടെ, ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ ഞാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഇന്ന് വായിച്ചതായ സങ്കീർത്തനം നമുക്കറിയോ? 34-ാം സങ്കീർത്തനം, അതിന് 5-6 വാക്യങ്ങൾ എന്തോ? അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ആരുടെ മുഖം? അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. യേശുവിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ, മറ്റുള്ള വ്യക്തികളിലേക്ക് നോക്കുമ്പോൾ അല്പ ആശ്വാസം കിട്ടുന്നുവെങ്കിലും പലപ്പോഴും അത് നിരാശയുടെ അനുഭവമാണ്. എന്നാൽ അത്യന്തികമായി നീ ദൈവത്തിങ്കിലേക്ക്, യേശുവിലേക്ക് നോക്കുക, ലജ്ജിച്ചു പോകേണ്ടി വരികയില്ല. അതിന്റെ അടുത്ത വാക്യം എനിക്ക് ഇഷ്ടം. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. ഈ എളിയവൻ നിലവിളിച്ചു. പ്രിയമുള്ള ഒരു നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നാം നിലവിളിക്കണം. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മുടെ ജീവിതത്തിൽ അനുദിനമുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ എടുക്കുക. രാത്രിയുടെ യാമത്തിൽ നിലവിളിക്കുമ്പോൾ വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയും, എഴുന്നേറ്റ് നിലവിളിക്കുക. രാത്രിയുടെ യാമാരംഭത്തിൽ നിലവിളിക്കുകയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിലവിളി കേൾക്കുന്ന ദൈവം നമ്മുടെ നിലവിളി കേട്ട് ആവശ്യമായിട്ടുള്ളതായ അനുഗ്രഹം ചൊരിയുമെന്നുള്ളതാണ് ദാനിയേൽ പഠിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് ദാവീദും പറയുന്നത്. മൂന്നാമതായി ചിന്തിക്കുമ്പോൾ ജീവിതത്തിൽ സന്തുഷ്ടരായിരിക്കുവാൻ, സുഖപ്പെട്ടിരിക്കുവാൻ താഴ്മയുള്ള ഒരു ഹൃദയം ഉണ്ടായിരിക്കണം. We should have a humble heart in life to be happy. ഇന്ന് താഴ്മയുള്ള ഹൃദയം നമുക്കില്ല. സകല ദർശനങ്ങളുടെയും സ്വപ്നങ്ങളുടെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു ദാനിയേൽ. ദാനിയേൽ പുസ്തകം 2-ാം അധ്യായം 30-ാം വാക്യം പഠിക്കുമ്പോൾ, രാജസദസ്സിന് മുമ്പാകെ എനിക്കോ ജീവനോടിരിക്കുന്ന യാതൊന്നിനേക്കാളും അധികമായ ജ്ഞാനം ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് രാജാവിനോട് ദാനിയേൽ പറയുക. രാജാവിനോട് അർത്ഥം ബോധിപ്പിക്കേണ്ടതിനും തിരുമനസ്സിലെ വിചാരം തിരുമനസ്സുകൊണ്ട് അറിയേണ്ടതും അത്രേ ഈ രഹസ്യം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നത്. ദാനിയേൽ സ്വയം താഴ്ത്തി പറയുന്നു, തന്നെത്താൻ താഴ്ത്തുന്നവനാണ് ഉയർത്തപ്പെടുന്നത്. തനിക്ക് ലഭിച്ചിരിക്കുന്ന ജ്ഞാനം ആ ദൈവം തന്ന ജ്ഞാനമാണ്. അതുകൊണ്ട് സ്വപ്നം വ്യാഖ്യാനിക്കുവാൻ ഞാൻ തയ്യാറാണ്. ദാനിയേൽ പുസ്തകം 10-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറഞ്ഞുകൊണ്ട്, ദൈവം എന്നോട് പറഞ്ഞത്, ദാനിയേലേ ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന് മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച് ആ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ
അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നാം നമ്മെ തന്നെ ഒന്ന് താഴ്ത്തി കൊടുക്കണം, താഴ്ത്തി ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. നിന്റെ ആ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു, ശുഭപ്പെട്ടിരിക്കുവാൻ ദൈവത്തിന് മുമ്പാകെ ഞാൻ നിങ്ങൾ സ്വയം താഴണം. സ്വയം താഴ്ന്നു കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. സ്വയം താഴ്ന്നു കൊടുക്കുകയാണ് ശിഷ്യത്തിന്റെ മാതൃകയെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കുക. നാലാമതായി ചിന്തിക്കുമ്പോൾ നമ്മുടെ ശുശ്രൂഷയിൽ ഭരണത്തിൽ ശുഭപ്പെട്ടിരിക്കുവാൻ ധൈര്യം ഉണ്ടായിരിക്കണം. To be happy in our service and administrative work, we should have courage. ഇന്ന് ധൈര്യം നഷ്ടപ്പെട്ടതായ ലോകത്താണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. ദാനിയേൽ പുസ്തകം 5-ാം അധ്യായം 17-18 വാക്യങ്ങൾ പഠിക്കുമ്പോൾ ദാനിയേൽ രാജസന്നിധിയിൽ ഉത്തരം ഉണർത്തിച്ചത്, ദാനങ്ങൾ തിരുമേനിക്ക് തന്നെ ഇരിക്കട്ടെ, എനിക്ക് വേണ്ട. സമ്മാനങ്ങൾ മറ്റൊരുത്തിന് കൊടുത്താലും എഴുത്ത് ഞാൻ രാജാവിനെ വായിച്ചു കേൾപ്പിച്ച് അർത്ഥം ബോധിപ്പിക്കാം. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം നൽകുന്നവർക്ക് എഴുത്തിന്റെ അർത്ഥം വ്യാഖ്യാനിക്കുന്ന സമ്മാനങ്ങൾ നൽകാമെന്ന് രാജാവ് പറഞ്ഞു. പക്ഷെ എനിക്ക് ആ സമ്മാനം വേണ്ട. ഇന്ന് വായിച്ചതായി സുവിശേഷ വേദഭാഗം നമുക്കറിയാം. സെബദി മക്കളായ യാക്കോബും യോഹന്നാനും യേശു കർത്താവിന്റെ ഇടത്തും വലത്തും ഇരിക്കാനുള്ള വരം ചോദിക്കുക. ഇവര് ഈ വരം ചോദിച്ചപ്പോൾ 10 പേർക്ക് അത് നീരസം ഉണ്ടായി. കർത്താവോട് ചോദിക്കുന്നുണ്ട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? കുടിക്കാമെന്ന് പറഞ്ഞത്. ഇന്ന് പലപ്പോഴും ആവശ്യമായിട്ടുള്ള പരിഗണന ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാം. യേശു പറയാൻ, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കണം. പ്രിയമുള്ളവരെ, ദാനിയേലിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. സമ്മാനങ്ങൾ അടിയന് വേണ്ട, ദൈവം തന്ന കൃപയ്ക്കത്തോളമാണ് ഞാൻ നിലകൊള്ളുന്നത്. ദാനിയേലിന്റെ പുസ്തകം 5-ാം അധ്യായം നമുക്കറിയാം, 1 മുതൽ 6 വരെ വാക്യങ്ങൾക്ക് പഠിക്കുമ്പോൾ അറിയാം. ബെൽഷസ്സർ രാജാവ് തന്റെ മഹത്തുകളിൽ 1000 പേർ വലിയൊരു വിരുന്നൊരുക്കി. ആ വിരുന്നിനെ സംബന്ധിച്ച് വേദപഠിതാക്കൾ പറഞ്ഞിരിക്കുന്നത് അഹങ്കാര നിർഭരമായ വിരുന്നെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പനായ നെബൂഖദ്നേസർ യെരൂശലേമിലെ മന്ദിരത്തിൽ നിന്ന് കൊണ്ടുവന്ന വിശുദ്ധ പാത്രങ്ങൾ അശുദ്ധമാക്കി. രാജാവിനോടൊപ്പം ചേർന്നിരിക്കുന്ന ക്ഷണിക്കപ്പെട്ട മഹത്തുക്കൾ, വിശിഷ്ട വ്യക്തികൾ, അവന്റെ ഭാര്യമാർ, വെപ്പാട്ടിമാർ എല്ലാവരും വിരുന്നിൽ സംബന്ധിക്കുക. പിന്നെന്താ സംഭവിച്ചത്? വിഗ്രഹാരാധനയിലേക്ക് അവർ തിരിഞ്ഞു. അവർ വീഞ്ഞു കുടിച്ച് പൊന്നും വെള്ളിയും താമ്രവും ഇരുമ്പും അതുപോലെ തന്നെ കല്ലും കൊണ്ടുള്ള മരവും കൊണ്ടുള്ളതായ ദേവന്മാരെ സ്തുതിച്ചു എന്നവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ വിശുദ്ധമായതിനെ അശുദ്ധമാക്കി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? 5-ാം വാക്യം, തൽക്ഷണം ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പുറപ്പെട്ട് വിളക്കിന് നേരെ രാജധാനിയുടെ ചുവരിന്റെ വെള്ളമേൽ എഴുതി തുടങ്ങി. എഴുതിയ എഴുത്ത് കൈപ്പത്തി രാജാവ് കണ്ടു. എന്താ സംഭവിച്ചത്? ഒരു ചരിത്ര സംഭവമായിട്ടാണ് വേദപഠിതാക്കൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പലരും റിസർച്ച് നടത്തിയിട്ടുണ്ട്. ഒരു സിംഹാസന മുറി എന്ന ഒരു മുറി തന്നെ ഇതിനുവേണ്ടി ഉണ്ടെന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൂർവ്വ ശാസ്ത്രജ്ഞന്മാർ അവരുടെ ഗവേഷണങ്ങൾക്കിടയിൽ ബാബിലോണിൽ കൊട്ടാരവും അതിൽ 150 അടി നീളവും 50 അടി വീതിയുമുള്ളതായ ഒരു വലിയ മുറി കണ്ടുപിടിക്കുകയുണ്ടായി. ഈ റൂം സിംഹാസന മുറി എന്ന് ഇപ്പോഴും അറിയപ്പെടുന്നുണ്ട്. ഭിത്തികളിൽ ഒന്നിന്മേൽ മാത്രം നീല വർണ്ണ തരത്തിലുള്ളതായ ഇഷ്ടിക രൂപങ്ങൾ എപ്പോഴും കാണാം. അത് ചിത്രണം ചെയ്യപ്പെട്ടിരിക്കുന്നതായ സാഹചര്യമാണ്. മറ്റു 3 ഭിത്തികളിലും വെള്ളക്കുമ്മായമാണ് തേച്ചിരിക്കുന്നത്. ദാനിയേൽ 5-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ, ഉടനെ രാജാവിന്റെ മുഖഭാവം മാറി, അവൻ വിചാരങ്ങൾ പരവേശനായി, അരയുടെ ഏപ്പ് അഴിഞ്ഞു, കാൽമുട്ടുകൾ ആടിപ്പോയി എന്നാണ് ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അശുദ്ധമായത് വിശുദ്ധമായതിനെ അശുദ്ധമാക്കിയപ്പോൾ സംഭവിച്ച കാര്യമാണ്. ദാനിയേൽ ആ സ്വപ്നത്തെ വ്യാഖ്യാനിച്ച് പറയുന്നു. ദാനിയേലിന്റെ പുസ്തകം 5-ാം അധ്യായം 24-ാം വാക്യം വീട്ടിൽ പോയി വായിക്കണം. ആകയാൽ അവൻ ആ കൈപ്പത്തി അയച്ച് ഈ എഴുത്ത് എഴുതിച്ചു. എഴുതിയിരിക്കുന്നത് എഴുത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മേനെ മേനെ തെക്കേ ലൂസിഫർ. മേനെ എന്ന് വെച്ചാൽ ദൈവം നിന്റെ രാജ്യത്വം എണ്ണി, നിന്റെ പരമാധികാരം മനസ്സിലാക്കി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. തെക്കേ എന്ന് വെച്ചാൽ തുലാസ് നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നീ പരിശോധിക്കപ്പെട്ടിരിക്കുന്നു.
ഫെറോസ് എന്ന് വെച്ചാൽ നിന്റെ രാജ്യം വിവാഹിച്ച് മേദ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു. വളരെ മഹിമയോടെ വാണതായ രാജാവ് അവന്റെ ജീവിതത്തിൽ അധപ്പതനം സംഭവിക്കുകയാണ്. എന്തുകൊണ്ട്? വിശുദ്ധമായതിനെ അശുദ്ധമാക്കിയത് കൊണ്ട്. പ്രിയമുള്ളവരെ, ഈ എഴുത്തി വ്യാഖ്യാനിച്ചു കൊടുത്തുവെങ്കിലും ദാനിയേലിന് കിട്ടേണ്ട സമ്മാനം ദാനിയേലിന് കിട്ടിയട്ടോ. പിന്നെ എന്താ സംഭവിച്ചത്? പ്രിയമുള്ളവർ, നമ്മൾ ചിന്തിക്കണം. ബെൽഷസ്സർ രാജാവിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. ആ രാത്രിയിൽ തന്നെ കൽദയ രാജാവായ ബെൽഷസ്സർ കൊല്ലപ്പെട്ടു. ദൈവം ചിലത് വിശുദ്ധിയുടെ അനുഭവത്തിലാണ് നമ്മളെ ആക്കിയിരിക്കുന്നത്. അത് അശുദ്ധിയിലേക്ക് മാറിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പരാജയത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. പ്രിയമുള്ള അഞ്ചാമത് ചിന്തയോട് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ജീവിതത്തിൽ ശുഭപ്പെട്ടിരിക്കുവാൻ നീ വിശ്വസ്തനായിരിക്കണം. ബി ഫെയ്ത്ത്ഫുൾ ഇൻ എവറിത്തിങ് ഫോർ എ ഹാപ്പി ലൈഫ്. ഇന്ന് വിശ്വസ്ത നഷ്ടപ്പെട്ടതായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമുക്കറിയാം, ആത്മീയ നേതൃത്വത്തിൽ പോലും വിശ്വസ്തയില്ല. ദാനിയേൽ പുസ്തകം 6-ാം 4-5 വാക്യങ്ങളിൽ ആകെ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റം കണ്ടെത്തുവാൻ അവർ കഴിഞ്ഞില്ല. ദാനിയേൽ വിശ്വസിക്കുന്നതും ആരാധിക്കുന്നതും ജീവനുള്ള ദൈവത്തെയാണ്. എന്നാൽ യാതൊരു കാരണവും കുറ്റം കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവൻ കണ്ടെത്തിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാനിയേലിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ജോ ജെറാഡ് എന്ന ലോകങ്ങളുടെ ഏറ്റവും വലിയ സെയിൽസ്മാൻ്റെ ഒരു കൊട്ടേഷൻ എനിക്ക് മനസ്സിലാക്കി. ഐ വാല്യൂ വൈ വാല്യൂ. ഐ വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ബാഹ്യമായിട്ടുള്ള മൂല്യമാണ്. വൈ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ വാല്യൂ ആണ്. എന്ന് വെച്ചാൽ ആന്തരികമായ. ഒരു മനുഷ്യന് ബാഹ്യമായ മൂല്യവും ആന്തരികമായ മൂല്യവും ചേരുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ അവന് കറേജ്, ധൈര്യം ഉണ്ടാകുന്നത്. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് മറ്റുള്ളവരെ ഭയപ്പെടേണ്ടതായിട്ടുള്ളത്. തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ആരെയും പേടിക്കേണ്ടതായ ആവശ്യമില്ല എന്ന് ദാനിയേൽ ജീവിതം പഠിപ്പിക്കുക. അവന്റെ ജീവിതത്തിൽ വിശ്വസ്തനായിരിക്കുക. ഇപ്പൊ ദാനിയേലിനെ തെറ്റ് ചൂണ്ടിക്കാണിക്കുവാൻ രാജാക്കന്മാർ ശ്രമിച്ചുവെങ്കിൽ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. 5-ാം വാക്യം ഇങ്ങനെയാണ്: അപ്പോൾ ആ പുരുഷന്മാർ നാം ഈ ദാനിയേലിന്റെ നേരെ അവന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം സംബന്ധിച്ചല്ലാതെ മറ്റൊരു കാരണം കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞു കുറ്റം കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കണം. മറ്റുള്ളവർ നമ്മളെ കുറ്റം കണ്ടുപിടിച്ചാലും ആരോപണങ്ങൾ പറഞ്ഞാലും നാം ദൈവസന്നിധിയിൽ വിശ്വസ്തരാണെങ്കിൽ ദൈവം ആവശ്യമായ മുഖാന്തരങ്ങളെ, സാധ്യതകളെ ഒരുക്കും. നമ്മൾ ചിന്തിച്ചു നോക്കുക. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക. നമുക്കറിയാം, ഈ കോവിഡ് രോഗം 2-ാം വർഷം പിന്നിടുമ്പോൾ നമ്മുടെ സമപ്രായക്കാരായ പ്രിയപ്പെട്ടവർ എത്ര പേരാണ് ഹൈദരാബാദ് ദേശത്ത് മാറ്റപ്പെട്ടു പോയത്? നാം ദൈവസ്ഥനിൽ ആത്മാർത്ഥതയോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ടും ദൈവത്തിന് നമ്മെ കൊണ്ട് ആവശ്യമുള്ളത് കൊണ്ടും ഈ ഭൂമിയുടെ വരപ്പിൽ സാക്ഷ്യമായി നിലനിർത്തിയിരിക്കുക. ദാനിയേൽ പുസ്തകം 6-ാം 22-ാം വാക്യത്തിൽ പറയുന്നുണ്ട്: സിംഹങ്ങൾ എനിക്ക് വരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് അവിടെ വായ് അടച്ചു കളഞ്ഞു. അവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, സൈന്യം നിന്റെ നേരെ പാളയം ഇറങ്ങിയാലും ഇത് വിടുവിക്കും. കാരണം നീ ആശ്രയം വെച്ചിരിക്കുന്ന സർവശക്തനായ ദൈവത്തിലാണ്. അവന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ, രാജാവെ തിരുമുമ്പിൽ ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. ദൈവത്തിൽ ആശ്രയം വെച്ചതുകൊണ്ട് ദാനിയേലിന് ജീവിതത്തിലെ കഷ്ടതകളെയും പരീക്ഷകളെയും ജയിക്കുവാൻ ദൈവം കൃപ നൽകി. ഇന്ന് പൗലോസ് പറഞ്ഞതായ 2-ാം ഭാഗം വായിച്ചു കേട്ടല്ലോ. കല്ലേറ്, അടി, ഉറക്കളപ്പ്, മാനവവാദങ്ങളൊക്കെയുണ്ട് ഈ ലോക ജീവിതത്തിൽ. എന്നാൽ അത്യന്തപരമായ യേശു കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വിശ്വാസി ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണ്. അതുകൊണ്ട് ദാനിയേലിന്റെ ജീവിതമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ശുഭപ്പെട്ടിരിക്കുവാൻ, സന്തോഷത്തിലായിരിക്കാൻ ശക്തമായ തീരുമാനം ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. We should have strong decision in life to be happy. സ്ട്രോങ് ഡിസിഷൻ ഉണ്ടാകുക. ശുഭപ്പെട്ടിരിക്കുവാൻ വ്യക്തിപരമായ പ്രാർത്ഥന ജീവിതം ഉണ്ടായിരിക്കണം. We should have personal prayer
in life to be happy, നമ്മൾ നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കണം. ഇന്ന് പ്രാർത്ഥന മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് നാം സുഖത്തോടെ ഇരിക്കുക, ദൈവം അത്ഭുതം പ്രവർത്തിക്കുകയില്ല. ശുഭപ്പെട്ടിരിക്കുവാൻ താഴ്മയുള്ള ഹൃദയം ഉണ്ടായിരിക്കണം. We should have a humble heart in life to be happy. നമ്മുടെ ശുശ്രൂഷയിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ, ഭരണത്തിൽ ശുഭപ്പെട്ടിരിക്കുവാൻ ധൈര്യം ഉണ്ടായിരിക്കണം. To be happy in our service and administrative works, we should have courage. ധൈര്യത്തോടെ ആയിരിക്കുക. ജീവിതത്തിൽ ശുഭപ്പെട്ടിരിക്കുവാൻ നീ വിശ്വസ്തനായിരിക്കണം. Be faithful in everything for a happy life. ഈ വചനങ്ങളാൽ ദൈവം എന്നെ നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനം മഹത്വവും കലവസനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നിക്കിയ വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായുള്ള സർവ്വശ്രേഷ്ഠനായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകത്തിന്റെ പിതാവിൽ നിന്ന് ജനിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശത്തിന് പ്രകാശം, സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം, ജനിക്കപ്പെട്ടവൻ, ഉണ്ടാക്കപ്പെട്ടവനല്ല. പിതാവിന്റെ മഹത്വം അവൻ സകലം ഉണ്ടായി. അവൻ മനുഷ്യരെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗം ഇറങ്ങി. പരിശുദ്ധാത്മാവിനെ കന്യകയിൽ അവതരിച്ച് മനുഷ്യനായിത്തീർന്നു. പ്രദേശവിലാസങ്ങളുടെ മുഖേണ്ടി കൃഷിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ട് അടക്കപ്പെട്ടു. തിരുവനന്തപുരം മൂന്നാം ഉയർത്തെഴുന്നേറ്റു സ്വർഗ്ഗത്തിലേക്ക് കയറി പിതാവിന് വലത്തുഭാഗത്തിരിക്കുന്നു. അവൻ ചുമളവരെ മരിച്ചനായിപ്പാൻ മഹത്തോടെ വീണ്ടും വരും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവ് ജീവിപ്പിക്കുന്നവൻ, പിതാവിന് പുത്രൻ പുറപ്പെടുന്നവനും പിതാവിന് പുത്രൻ വന്ദിക്കപ്പെട്ട് മഹത്വപ്പെടുന്നവനും പ്രായത്തിലും പറച്ചിലുമായി വിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. കാതോലിക അപ്പോസ്തലികമായ വിശുദ്ധനെ വിശ്വസിക്കുന്നു. പാപത്തിൽ മധ്യസ്ഥനെ ഞാൻ സ്വീകരിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും വരുവാനുള്ള ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമീൻ. ശാന്തമായിട്ട് ഇരിക്കാം. നോട്ടീസായി ചില കാര്യങ്ങൾ പ്രഖ്യാപിച്ചുകൊള്ളട്ടെ. വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ നന്ദി സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് സൺഡേ വർഷിപ്പ് 9 AM ആരംഭിക്കുന്നു. ഹോളി കമ്മ്യൂണിയൻ ഉണ്ടായിരിക്കും. കോവിഡ് പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായി മാസ്ക് നിർബന്ധമായിട്ട് വയ്ക്കുക. അതുപോലെ സാനിറ്റൈസേഷൻ ചെയ്യേണ്ടത്, സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ലിമിറ്റേഷൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവർ തന്നെ ഡിസ്റ്റൻസ് എടുത്ത് കടന്നു വരിക. കഴിഞ്ഞ ദിവസം അച്ഛൻ വാട്സപ്പിൽ മെസ്സേജ് ഇടാത്തതുകൊണ്ട് അയാൾ വരുന്നില്ല എന്ന് പറഞ്ഞവരുണ്ട്. അതുകൊണ്ട് ഇനിയും മെസ്സേജൊക്കെ കുറവായിരിക്കും. റെഗുലർ സർവീസ് പോലെ ആയിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അവരവരെ തന്നെ സൂക്ഷിക്കുക. കഴിവതും എല്ലാവരും വാക്സിൻ എടുക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. നെക്സ്റ്റ് സൺഡേ സ്കൂൾ ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അത് അറിയിക്കുന്നതാണ്. നമ്മുടെ സഭയിലെ മുൻ അംഗമായിരുന്ന അനുപുരം എബ്രഹാം മാത്യു അങ്കിൾ ഇന്നലെ പ്രഭാതത്തിൽ നിത്യമായ സുസിലേക്ക് പ്രവേശിക്കപ്പെട്ടു. നമുക്കറിയാം, നമ്മുടെ സഭയിലെ സജീവ അംഗമായിരുന്നു. ദൈവകൃപയാൽ വാർദ്ധസഹജമായ ക്ഷീണാവസ്ഥയിൽ മൂത്ത മകൻ്റെ കൂടിയാണ് അങ്കിള് പിന്നീട് പോയത്. അതുകൊണ്ട് തന്നെ ഇന്നലെ പ്രഭാതത്തിൽ ഈ ലോകത്ത് മാറ്റപ്പെട്ടുവെങ്കിലും ഉച്ച കഴിഞ്ഞ് മകൻ്റെ സഭയോട് ചേർന്നുള്ളതായ സെമിത്തേരിയിൽ അടക്കപ്പെടുകയുണ്ടായി. ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക, സഭയുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്നു. നാട്ടിൽ നിന്നും നമ്മുടെ സഭയിലുള്ള പ്രിയപ്പെട്ടവർക്കും പലർക്കും മെഡിക്കൽ ഹെൽപ്പ് ആവശ്യമായി വന്നിരിക്കുകയാണ്. നമുക്കറിയാം, രോഗികളായിട്ടുള്ളവരെ സഹായിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരും കടമയാണ്. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ മെഡിക്കൽ സഹായം പലർക്കും നമ്മൾ നൽകിയിട്ടുണ്ട്. മെഡിക്കൽ ഹെൽപ്പ് ആവശ്യമുള്ളവരെ സഹായിക്കേണ്ടതിൻ്റെ ഭാഗമായി എല്ലാവരും കാര്യമായിട്ട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സഭയ്ക്ക് നൽകേണ്ട വരുമാനങ്ങൾ നൽകി സഹകരിക്കുവാൻ ശ്രമിക്കണം. ഒരു മാസത്തോളം നമ്മുടെ സഭ അടഞ്ഞു കിടന്നപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഓഫർട്ടി കുറഞ്ഞു, തൈത്ത് അപൂർവം ചിലർ മാത്രമാണ് ഇടുന്നത്, ബർത്ത്ഡേ ഇല്ല,
വെഡിങ് ആനിവേഴ്സറി, താങ്ക്സ് ഗിവിങ് കളക്ഷനൊക്കെ നാമമാത്രമായി തീർന്നിരിക്കുകയാണ്. വളരെ സാമ്പത്തികം ആവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, ഓൺലൈനായിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ളതായ എല്ലാ ക്രമീകരണങ്ങളും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ദേവാലയമല്ലേ, പിന്നീട് ചെയ്യാമെന്നുള്ള ചിന്തയാണ്. എന്നാൽ വളരെ കൃത്യതയോടെ ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, നന്ദി സ്നേഹം അറിയിക്കുകയും ചെയ്യുകയാണ്. അവിടെ സഭയുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ നാം എല്ലാവരും ഒരുമിച്ച് പരിശ്രമിച്ചെങ്കിൽ മാത്രമേ അത് സാധ്യമായി തീരുള്ളൂ. ഞാൻ നിങ്ങളോട് മാത്രമല്ല, ഓൺലൈനിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടെയാണ് പറയുന്നത്. അതുപോലെ ചർച്ച് കൺസെഷൻ നമ്മുടെ ചിരകാലാഭിലാഷമായിരുന്നു. നമ്മളെ വിട്ട് കടന്നുപോയ പൂർവ്വപിതാക്കന്മാരുടെ പ്രാർത്ഥനയായിരുന്നു. ദൈവകൃപയാൽ വളരെ ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയാണ്. ആവശ്യമായ സാമ്പത്തികമുണ്ടെങ്കിൽ നാം ആഗ്രഹിക്കുന്ന സമയത്തും ദൈവം നിശ്ചയിക്കുന്ന സമയത്തും അത് പൂർത്തീകരിക്കാൻ സാധിക്കും. അതുകൊണ്ട് സാമ്പത്തിക ആവശ്യങ്ങൾ നിരവധിയാണ്. പ്രോമിസ് എമൗണ്ട് തരികയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഭംഗിയായി നിവർത്തിക്കാൻ സാധിക്കും. ഞാൻ പലരെയും വിളിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ട്. കോവിഡാണ് അച്ഛ, പകുതി ശമ്പളമായിട്ടുണ്ട്, ചിലർ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. അതുകൊണ്ട് ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. എങ്കിലും മനസ്സറിഞ്ഞ് നൽകുവാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുക. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങളൊക്കെയും ഭംഗിയായിട്ട് നടക്കുകയുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചു വന്നപ്പോൾ എനിക്ക് ചിന്തിച്ചൊരു കാര്യം, ഡോണ്ട് വേസ്റ്റ് യുവർ ലൈഫ് ആൻഡ് ടൈം. നിങ്ങളുടെ ജീവിതം സമയം പാഴാക്കരുത് എന്നുള്ളൊരു ആർട്ടിക്കിൾ വായിക്കുകയുണ്ടായി. യുവർ ടൈം ഈസ് യുവർ ലൈഫ് ടൈം എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ സമയം നിങ്ങളുടെ ജീവിത കാലഘട്ടമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ഒരു ജീവിത കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ ദൈവനാമത്തിനായി, ദൈവാലയത്തിനായി അധ്വാനിപ്പാൻ സാധിക്കണം. കാരണം ഗോഡ് ഓൾവേസ് വിത്ത് യു. ദൈവം എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്. ദൈവം നമ്മളോടൊപ്പം ഉള്ളപ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതിനുശേഷം ആ ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. നിങ്ങളുടെ സമയം പാഴാക്കരുത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ദേവാലയ നിർമ്മാണ ബന്ധത്ത് എന്ന് പറയുന്നത് നമ്മുടെ സമയം പാഴാക്കി കളഞ്ഞവരാ, അറിഞ്ഞോ അറിയാതെയോ. സ്റ്റോപ്പ് വേസ്റ്റ് യുവർ ടൈം. നിങ്ങളുടെ സമയം പാഴാക്കുന്നത് നിർത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡോണ്ട് സേ എക്സ്ക്യൂസ്. ഒഴികഴിവ് പറയരുത്. ഇന്ന് ധാരാളമായിട്ട് ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും ഒഴിവഴിവ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങളും പോകുന്നത്. കാരണം നമ്മുടെ സാധ്യതകളെ, നമ്മുടെ അച്ചീവ്മെന്റ് നമ്മൾ തന്നെ ഡിനൈ ചെയ്യുക, നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ലഭിക്കുന്നതായ ഈ സമയം, ഈ സന്ദർഭം, സാഹചര്യം നാളെ ലഭിക്കണമെന്നില്ല. അടുത്ത വർഷം ഞാൻ ഈ സഭയിൽ ട്രാൻസ്ഫറാണ്, അത് കഴിഞ്ഞ് എനിക്കൊരു കാര്യം ചെയ്യണമെന്ന് നിങ്ങൾ എന്നെ കയറ്റിവിടെ ഇല്ല. അതുകൊണ്ട് എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയം, അതുകൊണ്ടാണ് ബൈബിളിൽ പറഞ്ഞത് ഇതാണ് സുപ്രസാദ കാലം, ഇതാണ് രക്ഷാ ദിവസം. അതുകൊണ്ട് അധ്വാനിപ്പാൻ എല്ലാവരും തയ്യാറാകണം. ഇതേ സമയം ഓൺലൈനിൽ ഇരിക്കുന്നവർ പറയും, അച്ഛൻ അങ്ങനെ പലതും പറയാം, ഞങ്ങൾക്ക് കൂടെ ബോധ്യം വരണ്ടേ. നിർബന്ധിക്കരുത്. അവിടെ എനിക്ക് പറയാനുള്ളത്, അച്ഛൻ എന്ന നിലയിൽ ഞാൻ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കും. പ്രവർത്തിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരും കടമയാണ്, ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ചർച്ച് ബിൽഡിംഗ് ഫണ്ട് കഴിഞ്ഞ ദിവസം ലഭിച്ചത് മറിയാമ്മ എബ്രഹാം 1,00,000 രൂപ നൽകി. തങ്കമ്മ കോശി 50,000 രൂപ, ജോസഫ് കോശി 2,00,000 രൂപ, സൈബ ചക്രവർത്തി 17,000 രൂപ, മോഹൻ മാത്യു അങ്ങൾ 25,000 രൂപ. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ 3,92,000 രൂപ വരവുള്ളത്. നമ്മുടെ ഒരു സഭയുടെ ബില്ലെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരു കോൺട്രാക്ടറോട് ചോദിക്കണം. ഒരു 1.5 ബില്ലാണ്. എന്നാൽ ലക്കി ഡ്രോ കൂപ്പണെ സംബന്ധിച്ച് പറയട്ടെ, ലീലാമ തോമസ് കെയർ ഓഫ് ബാബു പി ജോൺ 10,000 രൂപ, ജസ്റ്റിൻ തോമസ് മാണി 10,000 രൂപ, കോശി പി തോമസ് കെയർ 10,000 രൂപ, അരുൺ ജോൺ കെയർ ഓഫ് കോശി പി തോമസ് 10,000 രൂപ,
വിനോദ് നയനാൻ കെയർ ഓഫ് സുജിത് ഫിലിപ്പ് 7,000 രൂപ. സുജിത് ഫിലിപ്പ് 3,000 രൂപ. കമല ഹൈലാഡ് കെയർ ഓഫ് ഉജിത് ഇട്ടുവൻ 10,000 രൂപ. ശാന്ത ടീച്ചർ കെയർ ഓഫ് ഉജിത് ഇട്ടുവൻ 10,000 രൂപ. ലക്ഡി കൂപ്പൺ ഇനത്തിൽ 70,000 രൂപ വന്നിരിക്കുന്നത്. അപ്പം പലതുള്ളിയാണ് പെരുവെള്ളം അയച്ചിരുന്നത്. ഈ സഹകരിച്ച, അധ്വാനിച്ച, പ്രയത്നിച്ച എല്ലാ പ്രിയപ്പെട്ടവരുള്ളതായി നന്ദി സ്നേഹം അറിയിക്കുക. കഴിഞ്ഞ ദിവസം സഭയുടെ സാമ്പത്തിക കാര്യങ്ങളോട് ഞാൻ പറയട്ടെ. ഡൊണേഷൻ ചർച്ച് ബിൽഡിംഗ് 3,94,000 രൂപ. ലക്ഡ്രോ കൂപ്പൺ ഇനത്തിൽ 70,000 രൂപ. ബർത്ത്ഡേ 2,500 രൂപ. സൺഡേ ഓഫർട്ടി 8,000 രൂപ. വെഡിങ് ആനിവേഴ്സറി 3,000 രൂപ. വിദ്യാരംഭം 1,000 രൂപ. ലണ്ടൻ കവർ ഓഫർട്ടി 1,000 രൂപ. 4,79,500 രൂപ ഇതിലുള്ള വരുമാനം. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണല്ലേ, നിങ്ങളോട് മാത്രമല്ല കേട്ടോ, ഓൺലൈനിൽ കേൾക്കുന്ന ഈ നാളിൽ പ്രസംഗം കേട്ടില്ലെങ്കിൽ നോട്ടീസ് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം അത്ഭുതം പ്രവർത്തിക്കണം. ദേവാലയം അടഞ്ഞു കടന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് എല്ലാവരുടെയും സാമ്പത്തിക സഹായ സഹകരണം ആവശ്യപ്പെടുകയാണ്. ഹാർവസ്റ്റ് ഹൗസിൻ്റെ പൈസ എപ്പോഴും കൊടുക്കാത്ത പ്രിയപ്പെട്ടവരുണ്ട്. അച്ഛൻ നിലയിലാണ് ഞാനിത് പറയുന്നത്. അത് പ്രാർത്ഥനയോടെ സ്വീകരിക്കുക. ദൈവം നമുക്ക് നിരവധി അവസരങ്ങൾ നൽകട്ടെ. കഴിയുമെങ്കിൽ ദേവാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം പോയത് കാണ്. എന്ത് ഭംഗിയായിട്ടാണ്. ഇത് തോമസ് കോശി ലാലങ്ങൾ വന്നു. അങ്ങളാണ് ഫ്രണ്ട് ഡോർ അയച്ചിരിക്കുന്നത്. നമ്മുടെ ചിരകാല സ്വപ്നമാണ്. ഇതിൻ്റെ നന്മ ഒരുപക്ഷെ നമുക്ക് കിട്ടത്തില്ല, നമ്മുടെ നെക്സ്റ്റ് ജനറേഷനാണ് ലഭ്യമായി തീരുന്നത്. അവിടെ പോയി ഒന്ന് സന്ദർശിക്കുക. പറ്റുമെങ്കിൽ ഒരു സെൽഫി എടുത്ത് അച്ഛൻ അയച്ചു തരിക. ഞാൻ പറഞ്ഞതല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എല്ലാവരും പ്രാർത്ഥന ആവശ്യപ്പെടുക. എന്നോട് പ്രിയപ്പെട്ടവർ പറഞ്ഞ അച്ഛൻ ഞങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യുന്നവരെ പറഞ്ഞിട്ടുള്ളവരുണ്ട്. എൻ്റെ പരിപാടി ഇതൊക്കെയാണെന്ന് നമുക്ക് അറിയാമല്ലോ. ഞങ്ങൾ തരാനുള്ള തരും. അതുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണം. നമുക്കറിയാം ഓൺലൈനിൽ സൂം പ്ലാറ്റ്ഫോമിൽ കൂടി ഇതുപോലെ പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എല്ലാവരും പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. സാമ്പത്തിക ആവശ്യങ്ങൾ നിരവധിയാണ്. അതുകൊണ്ട് എല്ലാവരും വളരെ ഊഷ്മളതയോടെ പ്രവർത്തിക്കുക. ബർത്ത്ഡേ ലിസ്റ്റ് വായിക്കുകയാണ്. മിസ്റ്റർ തോമസ് പി വി, മാസ്റ്റർ ജസ്റ്റിൻ ജോർജ് ഉമ്മൻ, മിസ്റ്റർ അനിൽകുമാർ, മിസ്റ്റർ ബിജു ടിയോ, മിസ്സസ് ആൻസി എബ്രഹാം, മിസ്സസ് ലിസി സാമുവൽ, മിസ്സസ് സാറാമ്മ മാച്ചി കുര്യൻ, മിസ്റ്റർ ഷെവിൻ എബ്രഹാം, മിസ്സസ് അനു അന്ന എബ്രഹാം, മിസ്റ്റർ മോഹൻ മാത്യു. വെഡിങ് ആനിവേഴ്സറി മിസ്സസ് ആൻഡ് മിസ്റ്റർ സന്ദീപ് സാമുവൽ. ആദ്യം ബർത്ത്ഡേ പ്രയർ പാട്ടുപാടുന്ന സമയത്ത് സന്നിഹിതരായിട്ടുള്ളവർ മുന്നോട്ട് കടന്നു വരിക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തര വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ജീവന്റെ പരിപാലകനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടുന്ന അവിടുത്തെ പ്രിയമക്കളെ ദൈവനിൽ സമർപ്പിക്കുന്നു. അവരുടെ ജനനം മുതൽ ഈ സമയം വരെയും അത്ഭുതകരമായി, അതിശയകരമായി ഈ ഭൂമിപരപ്പിൽ സാക്ഷ്യമായി എൻ്റെ പ്രിയൻ വഴി നടത്തിയല്ലോ. പ്രയാസങ്ങളും പ്രതിസന്ധികളും ആകുലതകളും വേദനകളൊക്കെയും തങ്ങളുടേതായ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഉള്ളംകരത്തിൽ വഹിച്ചതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനെ അത്യധികമായ ശക്തിരികയും സഹായിക്കുകയും ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പഠിക്കാൻ ആവശ്യമായ ബുദ്ധിയും ജ്ഞാനം വിവേകം പ്രദാനം ചെയ്യണമേ. ഈ പ്രിയ മക്കൾ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ കൃപകളും അനുഗ്രഹങ്ങളും ചൊരിയണമേ. അവിടുത്തെ ഓരോ പ്രിയ മക്കളെയും സർവ്വ നന്മകളാ ധന്യമാക്കണമെന്ന്
യേശു തമ്പുരാന്റെ നാമത്തിൽ യാചിക്കുന്നു, കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. ദൈവത്തിന്റെ താമസങ്ങൾ നിങ്ങളോട് ഇന്ന് നേടിമാറാകട്ടെ. ആമീൻ. ആഘോഷിക്കുന്ന സന്ധ്യ സാമലിനെ പൂർണ്ണമായി പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളുടെ ആരംഭിച്ച നിമിഷങ്ങളിൽ ഈ സമയത്തിനെയും അത്ഭുതകരമായ നിശ്ചയമായി കർത്താവിന്റെ നിലനിൽക്കായി ശ്രമിക്കുന്നു. സ്വാഗതം ചെയ്യുന്നതിനെ സന്താപകാലത്തും സന്തോഷകാലത്തും ദൈവത്തിൽ ആസ്വദിക്കാൻ ശക്തിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ദാനമായി കൊണ്ടിരിക്കുന്ന പരിമിതിയെ ദൈവം സമർപ്പിക്കുന്നു. കുടുംബത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായി തീരുമാനമാണ് ശക്തിയെ സഹായിക്കുകയും ചെയ്യണമേ. പുതിയ വർഷത്തിൽ കൃപകൾ അനുഗ്രഹങ്ങൾ ചെയ്യണമേ. അവരുടെ ഓരോ ദൈവത്തിനെ അനുഗ്രഹിച്ചാടുകയാണ് യേശു കർത്താവിന്റെ നാമത്തിൽ കൃപയോട് കേൾക്കുമാറാകണമേ. നമുക്ക് വ്യത്യസ്ത പ്രാർത്ഥനയ്ക്കായിട്ടുള്ള നമ്മെ തന്നെ ദൈവങ്ങൾ സമർപ്പിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും വലിയനായ ജീവിതത്തിൽ അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ CSI സഭയെ നിങ്ങൾ സമർപ്പിക്കാം. നേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി നമ്മോട് സ്വാഗതം ചെയ്യാം. സിന്നഡിനോട് പ്രാർത്ഥിക്കാം. സിന്ന ഭാരവാഹികൾ, മോഡറേറ്റർ, ഡെപ്യൂട്ടി മോഡറേറ്റർ, എല്ലാ ബിഷപ്പുമാരെയുടെ ശുശ്രൂഷകളെ നിങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വിശേഷാൽ ബിഷപ്പായിരിക്കുന്ന റൈറ്റ് ഓൺ ഡോക്ടർ AC സ്വാമിനായ ബിഷപ്പിനോട് പ്രാർത്ഥിക്കാം. മധ്യകേരള മഹായുടെ ബിഷപ്പായിരിക്കുന്ന റൈറ്റ് ഓൺ ഡോക്ടർ മലയാള സാമൂഹ്യത്തിനെയോട് പ്രാർത്ഥിക്കാം. എല്ലാ വൈദിക ശ്രേഷ്ഠരെയും അവരുടെ ശുശ്രൂഷകളെയും ഇവരുടെ സമർപ്പിക്കാം. മിഷൻ വേണ്ടി വർക്ക് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെയും
സുവിശേഷകരായിരിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും ദൈവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ കോവിഡ് കാലഘട്ടത്തിലും അത്ഭുതകരമായ അതിശയകരമായി സർവശക്തനായും വഴിനടത്തുന്ന വിധങ്ങൾക്കാരുടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ സഭയെ ദൈവം സമർപ്പിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ സഭയ്ക്ക് നൽകിയ എല്ലാ പ്രിയമക്കൾക്കുമായി ഇതിലൂടെ സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ദൈവം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വിദേശത്തായിരിക്കുന്ന ആത്മീയപ്പെട്ടവരെയും നാട്ടിലായിരിക്കുന്ന ആത്മീയപ്പെട്ടവരെയും ഹൈദരാബാദേശത്തായിരിക്കുന്ന ആത്മീയപ്പെട്ടവരെല്ലാം ദൈവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നാളിൽ സഭയിൽ നടത്തുന്ന കൊച്ചുകമ്പനികൾ, വെള്ളികമത്സ്യങ്ങൾ, പ്രിയപ്രദമായ സേവനത്തിനായി സാക്ഷ്യങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. നമ്മുടെ സൺഡേ സ്കൂളിനെ നിങ്ങൾ സമർപ്പിക്കാം. അടുത്ത ഞായറാഴ്ചകളിൽ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന അത്യാവശ്യം ദൈവിക ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഗായസംഘത്തിൽ നിങ്ങൾ സമർപ്പിക്കാം. ഈ നാളുകളിൽ സേവനം ചെയ്യുന്ന എല്ലാ പ്രിയമക്കളെയും ശക്തിയെ സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. യൂത്ത് മൂവ്മെന്റ് ദൈവം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വുമൻസ് ഫെഡറേഷന്റെ പ്രവർത്തനക്കാരുടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കർത്താവിനെ മതത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം വഴിനടത്തി, കർത്താവെ തുടർന്നും ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുന്ന കർത്താവ് നമ്മുടെ ആഗ്രഹങ്ങളെ കടലിനെ സൗകര്യക്കുകയും ശക്തിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ ശാരീരിക ക്ഷീണാവസ്ഥയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കാം. പ്രത്യേകിച്ച് കണ്ണിൻ്റെ ഓപ്പറേഷൻ്റെയുമായിരിക്കുന്ന അനുമതി പ്രാർത്ഥിക്കാം. കണ്ണിന് ഓപ്പറേഷൻ്റെയുമായി ശ്രമിക്കുന്ന അറിയാമെന്ന് പ്രാർത്ഥിക്കാം. ശാരീരിക ക്ഷീണാവസ്ഥയിൽ മൗനത്തിൽ ശ്രമിക്കുന്ന പ്രാർത്ഥിക്കാം. ക്ഷീണാവസ്ഥയിലേക്ക് ഓമനജിയോട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വിജു തോമസിൻ്റെയും ആൻസേറ്റിൻ്റെയും പിതാവിനോട് പ്രാർത്ഥിക്കാം. ിൻ്റെ മത അന്നമാനാച്ചിയോട് പ്രാർത്ഥിക്കാം. പല പ്രയാസങ്ങളും പ്രതിസന്ധികളുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ചെറു പൈതങ്ങളെ ദൈവങ്ങളെ സമർപ്പിക്കാം. മക്കളെ ഹോറുന്ന അവകാശം ഉദരപരമാകിയാൽ നിങ്ങളോടെ സ്തോത്രം ചെയ്യാം. കോവിഡ് രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെയും ദൈവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പല പ്രയാസങ്ങളും പ്രതിസന്ധികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം സമർപ്പിക്കാം. പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹത്തിനായി വരുന്ന പ്രിയപ്പെട്ടവർ, പുതിയ ഭവനത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ദൈവം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ചെറുപ്പമായ എല്ലാ ആവശ്യങ്ങളെയും നാം നാഥൻ്റെ പാദപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അപേക്ഷിക്കുമ്പോൾ ഉപേക്ഷിക്കാത്ത ദൈവം, അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ തന്നെ സ്വന്തമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വേർപാടുകളിലായെല്ലാം പാദത്തെ ദൈവങ്ങളെ സമർപ്പിക്കാം. സകല ബുദ്ധിയെങ്കിലും ദൈവിക സമാധാനത്താൽ ആശ്വസിപ്പിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ചേർന്ന് മൂന്നാമത്തെ വിദ്യാനെ ചേർന്ന് പ്രാർത്ഥിക്കാം. ഒരാഴ്ചയില്ലാതെ കർത്താവെ കനിയണമേ എന്ന് പ്രതിവാക്യമായി ലഭിച്ചല്ല. കർത്താവെ കനിയണമേ എന്ന് പ്രതിവാക്യമായി ലഭിച്ചല്ല. നീതിയിലും സമാധാനധിഷ്ഠിതമായ ലോകസ്ഥിതിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ
രാഷ്ട്രപതിക്കും മന്ത്രിമാർക്കും ഗവൺമെന്റിൽ സേവനം ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാടങ്ങളിലും പണിശാലകളിലും വ്യവസായ സ്ഥാപനങ്ങളിലും ഹാനികളിലും പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയും തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കായികമായി അധ്വാനിക്കുന്ന എല്ലാ തൊഴിലാളികൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ശാസ്ത്രജ്ഞന്മാർക്കും കലാകാരന്മാർക്കും കരകൗശല പ്രവർത്തനങ്ങൾ ശുശ്രൂഷയിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഷ്ടത അനുഭവിക്കുന്നവർക്കും ദരിദ്രർക്കും അനാഥർക്കും മധ്യർക്കും രോഗികൾക്കും മരണത്തോട് സംഭവിച്ചിരിക്കുന്നവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തിന്റെ ഐക്യത്തിന് വേണ്ടിയും ലോകത്തിലൂടെ സേവനത്തിനും സൈത്യത്തിനു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സന്ദേശിക്കും സുജനസഖ്യം വലിയ സെമിനാരികൾ സുവിശേഷാസങ്ങൾ ആശ്രമങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭാദേശമാർക്ക് വേണ്ടിയും എല്ലാ വസ്തുക്കൾക്ക് വേണ്ടിയും ഞങ്ങളുടെ മകൾക്ക് വേണ്ടി ഇതിൻ്റെ സഭയുടെ മകൾക്ക് വേണ്ടിയും മൊത്തം ആ സഭയുടെ പ്രവൃത്തിക്ക് വേണ്ടിയും ഞങ്ങളുടെ വിശുദ്ധന്മാർക്ക് വേണ്ടിയും അവരുടെ വിവിധ ശുശ്രൂഷകളിൽ വിശ്വസ്തരായിരിക്കുന്നതിന് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അന്ധകാരത്തിൽ ഞങ്ങളുടെ അത്ഭുത പ്രകാശത്തെ വിളിച്ചവന്റെ നന്മയും ശക്തിയും ഘോഷിക്കുന്നതിനായി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ച് മരിച്ചവരുടെ സന്നിധിയിൽ ഞങ്ങളും ധ്യാനം അനുഭവിക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ കർത്താവേ, നിന്റെ ആത്മാവും ശരീരമാകുന്ന സമയങ്ങളിൽ പരിശുദ്ധീകരിക്കുന്നുവല്ലോ. നിന്റെ സഭയിൽ എല്ലാവർക്കുമുള്ള ഞങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അപേക്ഷയുടെയും പ്രാർത്ഥനകളെയും കൈക്കൊള്ളണമേ. അതിലോരോരുത്തരും അവരുടെ വിളിയിലും ശുശ്രൂഷയിലും നിന്നെ സത്യത്തോടും ഭക്തിയോടും സേവിക്കേണ്ടതിന് ഞങ്ങളുടെ കർത്താവ് നിശ്ചിതമായ യേശു ക്രിസ്തു മൂലം കൃപ അരുളണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരും ദൈവമാകട്ടെ. ധാരാളം സൃഷ്ടിയുമായി എഴുന്നേൽക്കുന്നു. ഇതാ സഹോദരീ സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭദ്രാമലകളുമാകുന്നു. അപ്പോൾ നാം ഉള്ളവരായ മനുഷ്യരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. ദൈവത്തിന്റെ സമാധാനത്തിന് അടയാളമായി കൈസ്വരി സ്വീകരിക്കാം. ദൈവത്തിന്റെ സമാധാനം നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. കീർത്തനം 436, ഹിൻ നമ്പർ 436.
നമുക്ക് നമ്മുടെ ധാരങ്ങളെയും നമ്മെ തന്നെ ദൈവങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവിടുത്തെ പ്രഭുത്തിന്റെ രക്തത്താൽ നിന്റെ കൃപാസനത്തിലേക്കുള്ള പൊതുവെ പ്രതിഷ്ഠിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മുഖാന്തരം അയോഗ്യരായ ഞങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലുള്ള നിനക്കുള്ളതല്ലോ, നിന്നിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേയുള്ളൂ. ഞങ്ങളുടെ ദാനങ്ങളെ നീ കൈക്കൊണ്ട് നിന്നെ മൊത്തനായി ഉപയോഗിക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമുക്ക് മുട്ടുകുത്തി ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നിങ്ങൾ ഹൃദയങ്ങളെ ഉയർത്തുവീൻ. നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, നിങ്ങളെല്ലാ കാലങ്ങളും എല്ലാ സ്ഥലങ്ങളും നിനക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യുന്ന മുറിയുമാകുന്നു. നിന്റെ പുത്രൻ കർത്താവുമായ യേശു മൂലമായിട്ട് തന്നെ അവൻ മുഖാന്തരം ആകാശവും ഭൂമിയെ വിലാസത്തെ ഉണ്ടാക്കി മനുഷ്യനെ നിന്റെ സ്വന്തം സാദൃശ്യം നിർമ്മിക്കുകയും ചെയ്തു. അവൻ പാവത്തിൽ വീണപ്പോൾ പുതിയ സൃഷ്ടിയുടെ ആദ്യഫലമാകേണ്ടതിന് അവനെ വീണ്ടെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് സ്വർഗസ്ഥ പിതാവേ, നീ സത്യമായി പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിന്റെ ആദ്യ സ്നേഹം കൊണ്ട് ദൈവത്തമായ യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ മനസ്സുവാർത്തെടുപ്പാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി കുരിശിന്മേൽ മനോനിപ്പാനും തന്നുവല്ലോ.
അവനൊരിക്കലായി തന്നെ ഒരുപാടായി അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിന്റെ പാവങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗം ഒരുപാടും പ്രതിശാന്തിയും താൻ വീണുവരുവോളം തന്റെ വിലയേറിയ മരണത്തെക്കുറിച്ച് ഇടപെടാതെ നിയമിക്കുകയും അതിനെപ്പോഴും ആചരിക്കണമെന്ന് തന്റെ വിശ്വാസങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ ഒറ്റുകൊടുക്കപ്പെട്ട ആ രാത്രിയിൽ തന്നെ അപ്പം എടുത്തു സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തന്റെ ശിഷ്യന്മാർ കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാകുന്നു, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. അത്താഴം കഴിഞ്ഞതിന് ശേഷം അപ്രകാരം തന്നെ പാനപാത്രം എടുത്തു സ്തോത്രം ചൊല്ലി അവർ കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും നിന്ന് കൊടുപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള രക്തമാവുന്നു, ഇത് നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ തന്റെ വിലയേറിയ മരണത്തെയും കഷ്ടപ്പാടിനെയും അവന്റെ മഹത്വമുള്ള പുനരുത്ഥാനത്തെയും സ്വർഗാനത്തെയും ഓർത്തുകൊണ്ടും അവന് ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണവിനെടുപ്പിനായി ഞങ്ങൾക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ചൊരു കാര്യം വരുവോളം അവന്റെ ഓർമ്മയ്ക്കായി ദാസരായി ഞങ്ങൾ ഇതിനെ ചെയ്യുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളുടെ നിദാനങ്ങളായ അപ്പത്തെയും ഇങ്ങനെയും നിന്റെ വിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയാകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോട് അപേക്ഷിക്കുന്നു. അങ്ങനെ അവന് യോജിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസനൈക്യം പ്രാപിച്ച് ഞങ്ങളുടെ കർത്താവാകുന്ന മനുഷ്യാന്തരയാകുന്ന അവങ്കിലേക്ക് സകലത്തിനും വളരണമെന്ന് കൃപ നൽകണമേ. അവൻ മൂലമായി അവനോടുകൂടെ പരിശുദ്ധാത്മാവിലേക്ക് സർവശക്തനായ പിതാവേ, അങ്ങേക്ക് സർവ്വമാനവും മഹത്വവും കലവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോട് അതിലേറെ വിശ്വാസത്തോട് പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. സ്വർഗസ്ഥനായ പിതാവേ, നിരാവശ്യപ്പെടണമേ, നിരാശമണമേ, നിന്നേഷതുപോലെ ഭൂമിയിലാകണമേ. ഞങ്ങളുടെ കാര്യങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടങ്ങൾ വിടിയിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും നീക്കുന്നുവല്ലോ. ആമീൻ. നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളെയും ഏച്ചു പറയാം. വീണ്ടും അനുതാപത്തോടെ ദിവസത്തിലേക്ക് കടന്നു വരാം. കരുണയുള്ള കർത്താവേ, നിൽക്കുന്നപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലോ.
ജീവന്റെ അപ്പമാകുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം സത്യാനുഗ്രഹിയായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുരക്തം വിശ്വാസത്തോട് വിശുദ്ധ മേശങ്കിലേക്ക് കടന്നു വരാം.
ഇപ്പോൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ രക്തത്തിന്റെ സാക്ഷ്യമെന്ന് വിശ്വാസാൽ കൈക്കൊണ്ട നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒന്നാമത്തെ പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നിന്റെ വാത്സല്യ പുത്രകർത്താവുമായ യേശു മിശിഹായെ ഞങ്ങൾ നിന്റെ മക്കളായി സ്വീകരിച്ചിരിക്കുന്നുവല്ലോ. അവന്റെ മഹാവിലേറിയ ശരീരക്തമാകുന്ന ആത്മീയാഹാരം കൊണ്ട് നീ ഞങ്ങളെ പോഷിപ്പിച്ച് ഞങ്ങൾക്ക് പാപമോചനത്തിന്റെ ജീവനെ കുറിച്ചുള്ള വാഗ്ദാനവും നൽകിയിരിക്കുന്നു. നിന്റെ വിധിരാത്ത ഉപകാരങ്ങൾക്കായി ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നതിനെ സ്തുതിക്കുന്നു. ഞങ്ങളെ തന്നെ ഞങ്ങളുടെ ശരീരങ്ങളെ ആത്മാക്കളെ ജീവനശുദ്ധ യാഗമായി നിങ്ങൾ സമർപ്പിക്കുന്നു. അതാകുന്ന ഞങ്ങൾ ഏറ്റവും ഉചിതമായ ആരാധന. ഞങ്ങൾ ഈ ലോകത്തിന് അനിർഭരാകാതെ നല്ലതും പൂർണ്ണമായ ദൈവം തിരിച്ചറിയേണ്ടതിന് മനസ്സുബുദ്ധി രൂപാന്തരപ്പെടാൻ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങൾ ഭൂമിയിൽ നിന്നെ അനുസരിച്ച് ഒടുവിൽ നിന്റെ സ്വർഗ്ഗരാജ്യത്തിൽ നിന്റെ സർവ്വവിശുദ്ധന്മാരോട് സന്തോഷിക്കേണ്ടതിന് കൃപ നൽകണമെന്ന് നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ നിന്നോട് പരിശുദ്ധാത്മാവിലൂടെ എന്നേക്ക് ഏകദൈവമായി ജീവിച്ചു വാഴുന്നുവല്ലോ. സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവസമാധാനം ദൈവത്തെ അവന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങൾ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന പ്രിയേക ദൈവത്തിന്റെ കരുണയും കാവലും സംരക്ഷണം എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. നമ്മൾ കൺസെപ്റ്റ് പ്രകാരം തുടങ്ങിയാണ് എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നു മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നു മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ വൻപ്രയാസങ്ങളിൽ
Ephesians chapter 2, verses 21 to 22. In whom the whole structure, being joined together, grows into a holy temple in the Lord. In him you also are being built together into a dwelling place of God by the Spirit. 1 Peter chapter 2, verse 5. You yourselves, like living stones, are being built up as a spiritual house, to be a holy priesthood, to offer spiritual sacrifices acceptable to God through Jesus Christ. Let us pray. Heavenly Father, we thank you for the faithful love for us that never ends and your mercy which never ceases. They are new every morning. Great is your faithfulness. Father God, you created the heavens and the earth and put everything in place. You made the world to live in, not to be a place of empty chaos. Heavenly Father, we thank you for the vision for this new building. Thank you for being Jehovah Jireh, the one who will provide all the resources to complete the construction of the project. Lord, I pray to you for Santosh Rajan and his family, our existing church committee members, building committee members, provide them wisdom as the project progresses, and bless them to take all the right decisions. In Jesus' name, we command that God's kingdom and His will to become on earth as it is in heaven for the construction of the church. In our God. Heavenly Father, as we commit the plans for this construction project to you, we decree that they will succeed. We seek your counsel and guidance at every stage as we proceed with the construction. Heavenly Father, we pray for Zion Constructions and its owners and all the completed and skilled laborers who are carrying out the work. Heavenly Father, give them good health and skill and keep all of them safe from the pandemic. Heavenly Father, let the holy blood wash away this dreadful disease from the earth. Lord, we decree that everyone involved in this project will focus their attention and efforts so that they can successfully complete their assignments and bring glory and honor to your name. Heavenly Father, bless us to have a successful relationship with all the locals, especially our neighbors in the new church building, the municipal corporation, the state government agencies, the legal and banking communities, and every entity associated with this project. Lord, we are confident that the new project will be completed because we have begun this good work. I commit to praying diligently for this new church. Our Lord and Savior, please bless this new building to provide ministry for our church family, neighbors, and all the families in the community. Heavenly Father, please forgive us for all our sins. I pray to the Holy Spirit to protect us boundaries over the building. Thanks be to the Lord. കീർത്തനം 253 hymn number 253. Amen.
വിശുദ്ധാലയത്തിലേക്ക് കടന്നുവാനെ അനുഗ്രഹങ്ങളുമാണിയോടെ സ്വന്തം ചെയ്തിട്ടാകട്ടെ. ഞാനെ സംബന്ധിച്ച് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. പന്നങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നതാകട്ടെ. രോഗാശ്വാസിനായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പൂർണ്ണമായി മുതൽ ആശ്വാസം പ്രധാനത്തിലും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങളായി ശ്രദ്ധിക്കുന്നു. സ്വന്തം ചെയ്യുന്നതാകട്ടെ. ഞങ്ങളുടെ മകളിലേക്ക് കടന്നു പോകുന്നു. അടുത്ത നമുക്ക് സൂക്ഷിക്കുകയും പ്രകാരിക്കുകയും ചെയ്യണമെന്ന് യേശുവിനാണ് നാമത്തിലാണെങ്കിലോട് കേൾക്കുവാനാകണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് ഇരിക്കട്ടെ. നമുക്ക് ഈ സമാധാനത്തോടെ പോകാം.